പത്തരമാറ്റിൽ ഉടൻ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ അനാമികയെ വേണുവിൻ്റെ ഏവതയും കൂടി വീട്ടിലേക്ക് വിളിച്ചു വരുത്താണ് കേട്ടോ. എന്തിനാ അച്ഛാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് അനാമിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഒന്നും പറയണ്ട മോളെ, ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. മരുന്ന് വാങ്ങാൻ പോലും ഇവിടെ 5 പൈസ ഇല്ല മോളെ. മോളെ എങ്ങനെയെങ്കിലും ഞങ്ങളിന്ന് സഹായിക്കണം. ഒരു കാര്യം ചെയ്യും മോളെ, മോളെ കഴുത്തിൽ അണികെട്ടിയ ഈ 10 പവനില്ലേ, അതിങ്ങ് ഊരിത്താ. എന്നിട്ട് അത് വിറ്റിട്ട് നമുക്ക് കുറച്ച് കാലെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കാലോ മോളെ. അമ്മ എന്താ ഈ പറയുന്നേ? എന്തൊക്കെയായാലും അനി എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിമാലയല്ലേ ഇത്. ഇതെങ്ങനെയാണ് ഞാൻ ഊരിത്തരുന്നത്? ഈ മാല എൻ്റെ കഴുത്തിൽ കണ്ടില്ലെങ്കിൽ എല്ലാവരും അന്വേഷിക്കില്ലേ? അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? തൽക്കാലം മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. താലിമാല കളഞ്ഞു പോയെന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ കേട്ടപ്പോൾ അനാമികയുടെ മനസ്സലിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സോടുകൂടി താലിമാല ഊരി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അവർ ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കുക എന്ന മനസ്സോടുകൂടി. അത് കിട്ടുമ്പോൾ വേണുവിനും രേവതിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വേണുവിന് മാല ഊരി കൊടുത്തതിന് ശേഷം അനാമിക തിരികെ അനന്തപുരിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. താലിമാല വേണുവിന് കൊടുത്തതുകൊണ്ട് ഒരു മുക്കുമാല വാങ്ങിയിട്ട് അനാമിക കഴുത്തിലിടുന്നുണ്ട്. അനന്തപുരിയിലേക്ക് അനാമിക കയറി വരുമ്പം തന്നെ കാണുന്നത് മുത്തശ്ശിയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി അനാമികയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ താലിമാല എവിടെ? ഈ ചോദ്യം ചോദിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിൽ കരുതി വെച്ചിരുന്നു ഒരു ഉത്തരം. മുത്തശ്ശി, എൻ്റെ മാല കളഞ്ഞുപോയി, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് കേട്ടതോടെ മുത്തശ്ശിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പവിത്രതയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ട താലി ഇവൾ കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. അത് നീയല്ലേ സൂക്ഷിക്കേണ്ടത്? അനിമോൻ കെട്ടിയ താലിയല്ലേ, അത് പവിത്രതയോട് സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയില്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവയാനിയും ഇതറിഞ്ഞപ്പോൾ ദേവയാനിക്കും വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയുടെ കൂടെ ചേർന്ന് ദേവയാനിയും അനാമികയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അനാമിക മോളെ കുറ്റപ്പെടുത്തുന്നത്? അവൾ അറിയാതെ താലിമാല നഷ്ടപ്പെട്ടതല്ലേ, അതിന് അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലല്ലേ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂ. മോളെ, നിനക്ക് അനുമോനോട് പറഞ്ഞ് ഞാൻ നല്ലൊരു മാല വാങ്ങിത്തരാൻ പറയാം. താലിമാലയെല്ലാം സൂക്ഷിക്കണ്ടേ മോളെ, അല്ല തന്നെ ഈ വീട്ടിൽ കള്ളന്മാർ കുറേ ഉള്ളതാ. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.